രഘു, രഘു, ആ സ്ത്രീ പറഞ്ഞിട്ട് പോയൊക്കെ സത്യമാണോടാ? പറയണം. നമ്മുടെ മഞ്ചാടി അവള് നമ്മളെല്ലാം ധിക്കരിച്ച് അവന്റെ കൂടെ ഇറങ്ങിപ്പോയോ? അതെ അമ്മ, അവൾ അങ്ങനെ ചതി നമ്മളോട് കാണിച്ചു. എപ്പോ? എപ്പോഴാ അവള് പോയത്? നീ എന്നോട് ഇനി സത്യം മാത്രമേ പറയാവൂ. വിഷു കഴിഞ്ഞ് ഇവിടുന്ന് പോയ ദിവസം തന്നെ അനുവിന്റെ വീട്ടിൽ നിന്ന് കമ്പൈൻ സ്റ്റഡിക്ക് പോവാണെന്ന് പറഞ്ഞ് അവൾ ഇറങ്ങി പോവായിരുന്നു അമ്മവ. എടാ, വിഷുവിന്റെ പിറ്റേന്ന് എന്റെ മകൾ ഇറങ്ങിപ്പോയിട്ട് അവളുടെ അച്ഛനായ എന്നോട് ഒരു വാക്ക് ഇതുവരെ ആരും പറഞ്ഞില്ലല്ലോ. എന്റെ മോളെ എനിക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യം ഒരു വൃത്തികെട്ടവളുടെ നാവിൽ തന്നെ കേൾക്കണോ ഞാൻ? അതിനു വേണ്ടിയാണോ നിങ്ങൾ ഇതുവരെ മറച്ചു വെച്ചത്? അല്ല അമ്മവ, ഇന്നലെ വരെ ഞങ്ങൾ അവളെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അതുകൊണ്ട് മഞ്ചടിക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് ഇന്ന് അമ്മാവനും കൂട്ടി അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചേ. അവിടെ വെച്ച് ദാസങ്ങളടക്കം എല്ലാവരും കൂടി അമ്മാവനെ കാര്യം അറിയിക്കാനായിരുന്നു തീരുമാനം. കൊള്ളാവടാ, കൊള്ളാം. പൊന്നുപോലെ നോക്കി വളർത്തിയ മകൾ ഒളിച്ചോടിപ്പോയത് അച്ഛനെ ആഘോഷപൂർവ്വം അറിയിക്കണം. ഇതിനാണോടാ നിന്നേക്ക് ഞാൻ ഇതുവരെ നോക്കി വളർത്തിയത്? മിണ്ടരുത്, മിണ്ടരുത്. നിന്നെ വിശ്വസിച്ച എന്റെ മക്കളെ ഞാൻ അന്ന് നിന്റെ കൂടെ ഇവിടുന്ന് പറഞ്ഞു വിട്ടത്. അവരെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അച്ഛനായി എന്നെ തിരിച്ചേൽപ്പിക്കേണ്ട കടമ നിനക്കുണ്ട്. അത് മറക്കരുത്. മഞ്ചാടി മോളെ അന്ന് മുതൽ കാണാതായിട്ടും നിനക്ക് ഇവിടെ എങ്ങനെ വന്ന് കിടന്നുറങ്ങാൻ കഴിഞ്ഞൂടാ? ഇത്രയും ഉത്തരവാദിത്വം ഇല്ലാത്ത നിന്റെ കയ്യിലായിരുന്നോടാ ഞാൻ എന്റെ മക്കളെ ഏൽപ്പിച്ചത്? അച്ഛാ, അച്ഛന്റെ മോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയതിന് രഘുവേട്ടൻ എന്തിനാ അച്ഛൻ കുറ്റം പറയുന്നേ? അന്ന് അവരെയും കൊണ്ട് ഇവിടുന്ന് പോയ രഘുവേട്ടൻ രണ്ടുപേരെയും സുരക്ഷിതമായിട്ട് അനുപമയുടെ വീട്ടിൽ കൊണ്ടെത്തിച്ചില്ലേ? അതിലപ്പുറം രഘുവേട്ടൻ എന്ത് ഉത്തരവാദിത്വം ചെയ്യേണ്ടത്? നിങ്ങൾ മിണ്ടരുത് മനുഷ്യ. മഞ്ചാടി പോയതേ അനുപമയുടെ വീട്ടിൽ വെച്ച അനിയത്തെ കൂടെ നോക്കാൻ വേണ്ടിയല്ലേ അച്ഛൻ അവൾക്കൊരു വീട് വാങ്ങിച്ചു കൊടുത്തത്. അവിടെ പോയി അച്ഛന്റെ മോൾക്ക് കാവലിരിക്കേണ്ട കാര്യമൊന്നും രഘുവേട്ടനില്ല. നീ ഇത്രയൊക്കെ പറയാൻ അമ്മ നിന്നോട് വല്ലതും പറഞ്ഞോ? നിങ്ങൾ എന്നോട് മിണ്ടണ്ട. എല്ലാ പഴി എന്റെ ഭർത്താവിന്റെ തലയിൽ കെട്ടിവെക്കുന്നത് ഞാൻ കേട്ടോണ്ട് നിൽക്കണോ അച്ഛാ? നീ അച്ഛനോട് ക്ഷമിക്ക്, നീ ക്ഷമിക്ക്. ഞാൻ രഘുവിനെ പഴിച്ചതല്ല, എന്റെ വിഷമം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു പോയതാ. മഞ്ചാടി പോയത് ആരുടെയും കുറ്റം കൊണ്ടല്ല, എന്റെ കഴിവില്ലായ്മ കൊണ്ട്. എന്റെ മോളെ സൂക്ഷിക്കേണ്ടിരുന്നത് ഞാനായിരുന്നു, ഞാൻ മാത്രം. അമ്മ വിഷമിക്കരുത്. അമ്മാവനെ ഒന്നും അറിയിക്കാതെ മഞ്ചാടി തിരിച്ചെത്തിക്കാൻ ഞങ്ങളെല്ലാവരും പരമാവധി ശ്രമിച്ചു. പക്ഷെ അവൾ പിടി തന്നില്ല അമ്മാവ. അവൾ നമ്മളെല്ലാരും തോൽപ്പിച്ചു കളഞ്ഞു. ഇല്ല, അങ്ങനെ നമ്മൾ തോറ്റ് പിന്മാറിയ അത് നമ്മുടെ കുഞ്ഞിന്റെ നാശത്തിന് മാത്രമായിരിക്കും. നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല രഘു, പാടില്ല. അറിവില്ലായ്മ കൊണ്ട് മക്കൾക്ക് പല തെറ്റുകളും പറ്റും. അത് തിരുത്തി അവരെ നേർവഴിക്ക് കൊണ്ടുവരേണ്ടത് ഒരച്ഛനായി എന്റെ കടമയാണ്. അതിനെന്താ വേണ്ടെന്ന് വെച്ചാൽ ഉടനെ തന്നെ ചെയ്യണം. ഞാൻ അങ്ങോട്ട് പോവാ. അമ്മ, ഞങ്ങളും വരാം. നമ്മളെല്ലാരും ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചതല്ലേ? അമ്മാവനോട് ഇരിക്കെ, നമുക്ക് ഒരുമിച്ച് പോവാം. അമ്മളി, നീ പെട്ടെന്ന് പോയി റെഡിയാവാൻ നോക്ക്. മോളെ സരോജിനെ ഏൽപ്പിച്ചിട്ട് നീ അവരെ വിളിച്ച് വേഗം വരാൻ പറ. നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ എത്തണം. പെട്ടെന്ന് ഇറങ്ങി വാ. എന്റെ മോൾ, എന്റെ ഈശ്വര.